വെള്ളക്കോഴി ചിക്കൻ കിട്ടിയിട്ടുണ്ട്. നാടൻ കോഴിയല്ല, വെള്ളക്കോഴി. അപ്പം നമുക്കിന്ന് ചിക്കൻ കറി വയ്ക്കാം. ഒരു 4 കിലോ ചിക്കൻ ഇന്ന് വയ്ക്കാൻ പോവുകയാണ്. വായോ കാണാം. ഇഞ്ചി ചതയ്ക്ക ഇടുവാണേ. ഇഞ്ചിയും വെളുത്തുള്ളി, ഒരു കഷ്ണം ചെറിയ ഉള്ളി അതിനകത്ത് കിടന്നുകൊണ്ട് അതിനകത്ത് ഇട്ടാൽ അപ്പം ഇതൊന്ന് ചതച്ചെടുത്തിട്ട് തരാം. നമ്മൾ അങ്ങനെ ഗ്യാസ് കത്തിച്ചു. ആണേ കടുക് ഇട്ടു. കരിയപ്പന ഇന്ന് അപ്പോഴേ ചെറിയ ഉള്ളി സവാളയും കൂടെ അരിഞ്ഞു വെച്ചേക്കുവാണ്. പിന്നെ അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇടുവാണേ. ഉപ്പിട്ടാലേ പെട്ടെന്ന് വാടിക്കിട്ടും. പെട്ടെന്ന് വാടിക്കിട്ടാനാണ് ഉപ്പിട്ടാൽ. അപ്പോഴേ ഇത് വാടി ചേർത്തേ. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ചേർക്കാവേ. ഇതൊന്ന് നന്നായിട്ട് ചുമന്ന് നമ്മൾ ഇത് മൂട്ടിട്ടുണ്ട്. ചുമന്ന് നന്നായിട്ട് ചുമന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇടാം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കാം. ഒരടപ്പ് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരടപ്പ്. ഇഞ്ചി വെളുത്തുള്ളിന് കുറച്ച് നേരം ഒന്ന് വേവട്ടെ. ഗ്രാമ്പും പട്ടയുമാണ് ഇടാൻ പോണേ. അതും കൂടെ ഇടാൻ അതിൻ്റെ ഒരു മണം വരും. നല്ലൊരു മണം വരും. നല്ല ടേസ്റ്റും ആയിരിക്കും. അതിനകത്ത് ചിക്കന് വേവാനുള്ള വെള്ളമൊക്കെ താണ്ട ഇറങ്ങി വന്നു. ഇതിനകത്ത് ഇനി ഇടാൻ പോണ ഇച്ചിരി കുരുമുളക്. കേട്ടോ. ഒരു സ്പൂൺ കുരുമുളക് ഇട്ടു. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഒന്ന് ഇളക്കി വയ്ക്കാം. നമ്മളിവിടെ കഴി ഉണക്കി പൊടിച്ച പൊടിയാണ്, അതുകൊണ്ട് നല്ല എരിവുള്ള പൊടിയാണ്. ഞാൻ ഒരു 2 സ്പൂൺ ഇടുകയാണ്. എരി കുറവാണെങ്കിൽ എടുത്തിടാം. ഇപ്പോഴും പുതിയതായിട്ട് പൊടിച്ചതാണ്. എരി കൂടുതലാണോ എന്നറിയാൻ വയ്യ. മല്ലി 1 സ്പൂൺ മല്ലി മതി. മല്ലി ഒരുപാട് ഇട്ടാൽ ഇത് വടിച്ചു.
ഇത് ചിക്കൻ മസാലയാണേ. ചിക്കൻ മസാല ഒരു 2 സ്പൂൺ ഇടാം. 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ടേ ചിക്കന്. ഇച്ചിരി കറി വേണം, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. ഇതിലൊന്ന് വേവട്ടെ. റെഡിയായി. അപ്പം നിങ്ങളും വായോ, എല്ലാം ഉണ്ടോ നോക്കട്ടെ. സൂപ്പർ. ഞാൻ വയ്ക്കുന്ന രീതിയിൽ നിങ്ങൾ വെച്ച സൂപ്പർ ചിക്കൻ കറി കഴിക്കാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഇതായി കഴിഞ്ഞു.